അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 17 ബുധനാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ് നടക്കുന്ന 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കുക. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ്. NDA മുന്നണി 393 സീറ്റ് നേടി രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഇന്ത്യ TV CNX അഭിപ്രായ സർവേ. BJPക്ക് മാത്രം 343 സീറ്റ് കിട്ടുമെന്നും സർവേ പ്രവചിച്ചിട്ടുണ്ട്. ഇന്നലെ ന്യൂസ് എക്സ് സർവേയും NDA മുന്നണിയുടെ തുടർഭരണം പ്രവചിച്ചിരുന്നു. 383 സീറ്റ് നേടി NDA അധികാരത്തിലേറുമെന്നാണ് ന്യൂസ് എക്സ് സർവേ പ്രവചിച്ചത്. ഇന്ത്യ സഖ്യത്തിന് 100-ൽ താഴെ മാത്രം സീറ്റാകും ലഭിക്കുകയെന്നും പ്രവചനം പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ണൂരിലെ മാടായിക്കാവിലേക്ക് ക്ഷണിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇവിടത്തെ പ്രസാദത്തിൽ കോഴിക്കറിയുണ്ടെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള നാടാണിതെന്നും ആ വൈവിധ്യം നിലനിർത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നാം ചെയ്യേണ്ടതെന്നും യെച്ചൂരി പറഞ്ഞു. നാടിന്റെ വൈവിധ്യത്തെ തകർക്കാൻ നരേന്ദ്രമോദിയെ അനുവദിക്കില്ലെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CAA കുറിച്ച് പറഞ്ഞപ്പോൾ വേണ്ടാത്ത ആക്ഷേപം ഉന്നയിക്കുന്നുവെന്ന് രാഹുൽ പരാതി പറയുന്നു. കോൺഗ്രസ് പാർട്ടി CAA വിഷയത്തിൽ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ലെന്നും സംഘപരിവാർ മനസ്സുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ കഴിയുകയുള്ളൂവെന്നും രാഹുൽ നിസ്സംഗതയോടെ നിൽക്കുന്നുവെന്നും പിണറായി കുറ്റപ്പെടുത്തി. ആശയത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും LDF പ്രവർത്തകരും കുടുംബാംഗങ്ങൾ ആണെന്ന് രാഹുൽ ഗാന്ധി. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ എന്താണെന്ന് ഒരു ധാരണയുമില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒന്നിനു പുറകെ ഒന്നായി നാടകങ്ങൾ നടത്തുകയാണ് മോദി. ഇടയ്ക്ക് പുഴയിൽ കുളിക്കും, ഇടയ്ക്ക് സമുദ്രത്തിലിറങ്ങും. അങ്ങനെ എന്തൊക്കെയോ ആണ് മോദി ചെയ്യുന്നതെന്നും രാഹുൽ വിമർശിച്ചു. രാജ്യത്തിന്റെ അടിത്തറ ഭരണഘടനയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളും രാജ്യത്തിന്റെ അടിത്തറയാണ്. പ്രധാനമന്ത്രിയും RSSും ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നും രാഹുൽ പറഞ്ഞു. മാസപ്പടി കേസിൽ CMRL കമ്പനിക്കെതിരായ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകി. മാസപ്പടി ഇടപാട് ആദായനികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയെന്നും ഇനി മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും SFIO ED അന്വേഷണം റദ്ദാക്കി ഉത്തരവിടണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നുമാണ് CMRL ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാസപ്പടി കേസിൽ CMRL കമ്പനിക്കെതിരായ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്ന CMRL കമ്പനിയുടെ ഹർജിയിൽ കമ്പനികാര്യ മന്ത്രാലയത്തിനും SFIOയ്ക്കും ആദായ നികുതി വകുപ്പിനും നോട്ടീസ് അയച്ച് ദില്ലി ഹൈക്കോടതി. CMRLന്റെ ഹർജി അടുത്ത മാസം 7 വീണ്ടും പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നതിന് മുമ്പായി വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിൽ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. മൊഴിപ്പകർപ്പ് നൽകരുതെന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ല. സാക്ഷി മൊഴികളെക്കുറിച്ച് അറിയാൻ തനിക്ക് അവകാശമുണ്ടെന്നായിരുന്നു അതിജീവിത കോടതിയെ അറിയിച്ചത്. തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യം പരിഗണിച്ച് ഉത്തരവിടുന്നത് നിയമലംഘനമെന്നായിരുന്നു ദിലീപിന്റെ വാദം. സുഗന്ധഗിരിയിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് പുറത്തുവന്നതെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും മരമുറിയിൽ വാച്ചർ മുതൽ DFO വരെയുള്ളവർക്ക് പങ്കെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് നിയമോപദേശം തേടിയേക്കും. ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലം മാറ്റ പട്ടിക റദ്ദാക്കിയ വിധിയിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശത്തിനനുസരിച്ച് അപ്പീൽ നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെങ്കിലും ഒരു തവണ പരിഗണിച്ച വിഷയമായതിനാൽ വീണ്ടും തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ളതിനാലാണ് നിയമോപദേശം തേടുന്നത്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ LDF സ്ഥാനാർത്ഥി KK ശൈലജ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വ്യാജ പ്രചാരണങ്ങളിലൂടെ UDF വ്യക്തിഹത്യ നടത്തുന്നുവെന്നും KK ശൈലജയുടെ ഫോട്ടോകൾ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തും വ്യാപകമായി വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നും പരാതിയിലുണ്ട്. വ്യാജ പ്രചാരണവുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് സമർപ്പിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മന്ത്രി P. രാജീവ്.
കെ ശൈലജയെ മനുഷ്യയുക്തിക്ക് ഒട്ടും നിരക്കാത്ത മോശം വാക്കുകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ തേജോവധം ചെയ്യുകയാണ്. ഇതിനെ അതിശക്തമായി അപലപിക്കുന്നുവെന്നും വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ടീച്ചർക്കൊപ്പം നിലകൊള്ളുമെന്നും കോൺഗ്രസിന്റെ സൈബർ അശ്ലീല സംഘത്തെ ഒറ്റപ്പെടുത്തുമെന്നും മന്ത്രി രാജീവ് പറഞ്ഞു. അശ്ലീലം പ്രചരിപ്പിച്ച് കെ ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്താനുള്ള UDF ശ്രമങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിഞ്ഞാണ് ഈ ആക്രമണം നടക്കുന്നത്. UDF ഇതിനായി പ്രത്യേക സംഘത്തെ വടകരയിൽ എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് ഒടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യാനായി എന്തെങ്കിലും ഭരണനേട്ടമോ മറ്റ് കാരണങ്ങളോ ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എന്നാൽ വോട്ട് ചെയ്യാതിരിക്കാൻ 1000 കാരണങ്ങളുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പ് LDFന്റെ വാട്ടർലൂ ആണെന്നതിൽ സംശയമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി മുകേഷിന് വേണ്ടി LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. NKP ബ്രിഗേഡ്സ് എന്ന ഫേസ്ബുക്ക് പേജിനെതിരെയാണ് പരാതി. ദി കേരള സ്റ്റോറിയുടെ പ്രദർശനം തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പ്രദർശനം തടയേണ്ടതില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് അറിയിച്ചിരുന്നു. നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ജീവചരിത്രം പറയുന്ന പ്രീ റിലീസ് ചെയ്ത സിനിമകളുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷൻ മുൻകാലങ്ങളിൽ പരിഗണിച്ചിട്ടുണ്ടെന്നും ദി കേരള സ്റ്റോറി അത്തരമൊരു പരിധിയിൽ പെടുന്നില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കമ്മീഷൻ നിലപാട് അംഗീകരിച്ച് കോടതി ഹർജി തള്ളുകയായിരുന്നു. KSRTCയിൽ മദ്യപിച്ച് ജോലിക്കെത്തിയ 100 ജീവനക്കാർക്കെതിരെ നടപടി. 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും KSRTCയിലെ ബദൽ ജീവനക്കാരുമായ 26 പേരെ സർവീസിൽ നിന്നും നീക്കി. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത്. ഏപ്രിൽ 26 നടക്കുന്ന വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് 30,238 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തന തകരാർ സംഭവിച്ചാൽ പകരം അതത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും. നിലവിൽ വോട്ടിംഗ് മെഷീനുകൾ ARO കസ്റ്റഡിയിൽ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്ന് സഞ്ജയ് കൌൾ അറിയിച്ചു. തൃശൂർ പൂരത്തിന് ആനകളെ നിയന്ത്രിക്കാൻ 80 അംഗ RRT സംഘം നിർബന്ധമാണെന്നും വെറ്ററിനറി ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് പുറമെ വനം വകുപ്പിന്റെ ഡോക്ടർമാർ വീണ്ടും ആനകളെ പരിശോധിക്കുമെന്നും പുതിയ ഉത്തരവ്. വനം വകുപ്പിന്റെ പുതിയ ഉത്തരവിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കടുത്ത നിയമങ്ങളാണെന്നും ഇത് തൃശൂർ പൂരം നടത്തിപ്പിന് പ്രതിസന്ധിയാകുമെന്നും ആന ഉടമകൾ വ്യക്തമാക്കി. ഉത്തരവിലെ നിബന്ധനകൾ അപ്രായോഗികമെന്നാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികൾ പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾക്ക് പൂരം പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടികളും ഉണ്ടാവില്ലെന്ന് ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വനം വകുപ്പ് ഉത്തരവിറക്കിയിട്ടുള്ളത്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 19 തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കില്ല. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ വോട്ട് ചെയ്തില്ല എന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ജോയ്സ് ജോർജിനെതിരെ ഡീൻ കുര്യാക്കോസ് അപകീർത്തി കേസ് ഫയൽ ചെയ്തു. തൊടുപുഴ CJM കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത്. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരെ ED ചോദ്യം ചെയ്തത് 24 മണിക്കൂർ. തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ അവസാനിച്ചത് ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ്. CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു റേച്ചർ കുരുവില എന്നിവരെയാണ് ED ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ED ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നും ED തങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചുവെന്നും ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് CMRL ജീവനക്കാർ.
വനിതാ ജീവനക്കാരിയെ 24 മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു. ഇമെയിൽ ID, പാസ്വേഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാനും ED ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചുവെന്നും ആരോപിക്കുന്നു. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി CMRL MD CN ശശിധരൻ കർത്ത ഹൈക്കോടതിയിൽ ഹർജി നൽകി. സംസ്ഥാനത്ത് ഇന്നും 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിലൊഴികെ മറ്റെല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ താപനില 40 ഡിഗ്രി വരെ ഉയരും. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം മലയോര മേഖലകളിലൊഴികെ ഈ ദിവസങ്ങളിൽ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കയ്യിലെ പണം വെറുതെ വെക്കേണ്ട. KSFയിൽ നിക്ഷേപിച്ച് 8.25% പലിശ നേടൂ. നേട്ടം നിക്ഷേപ പദ്ധതി. ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല. എന്റെ പേര് അരവിന്ദ് കെജ്രിവാൾ. ഞാൻ തീവ്രവാദിയല്ല. ഡൽഹി മദ്യനയക്കേസിൽ തീഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പൊതുജനങ്ങൾക്കായി നൽകിയ സന്ദേശം പങ്കുവയ്ക്കുകയായിരുന്നു ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ്. BJP പ്രതികാരം ചെയ്യുകയാണെന്നും കെജ്രിവാൾ ഇതിനെയെല്ലാം മറികടന്ന് പുറത്തുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീഹാർ ജയിലിലുള്ള കൊടും കുറ്റവാളികൾക്ക് വരെ ഭാര്യയെയും അഭിഭാഷകനെയും കാണാനുള്ള അനുമതി കിട്ടാറുണ്ട്. എന്നാൽ കെജ്രിവാളിനെ കാണാൻ പോയ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നിനെ ഗ്ലാസ് പാളിയുടെ പിന്നിൽ നിന്ന് സംസാരിക്കേണ്ടി വന്നുവെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ഒരിടത്തും നിലനിൽക്കുന്നില്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഇത്തവണ ഇന്ത്യ സഖ്യം ദേശീയതലത്തിൽ സർക്കാർ രൂപീകരിക്കും. വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് BJPയും മോദിയും ആവർത്തിക്കുന്നുണ്ടെങ്കിലും തിരിച്ചടി ഉണ്ടാകുമോയെന്ന് അവർക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ട്. നരേന്ദ്രമോദിക്കും BJP നേതാക്കൾക്കും ഉറക്കമില്ലാത്ത രാത്രികളാകും ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമുള്ള റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശിവകുമാർ. BJP MP ഹേമമാലിനിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിന്റെ പേരിൽ കോൺഗ്രസ് MP രൺദീപ് സിംഗ് സുർജേവാലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് 48 മണിക്കൂർ വിലക്കേർപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ആദ്യ വിലക്കാണ് സുർജേവാലയ്ക്കെതിരായുള്ളത്. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 29 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. മുതിർന്ന മാവോയിസ്റ്റ് നേതാവ് ശങ്കർ റാവുവും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്നാണ് സൂചന. കാങ്കീർ ജില്ലയിൽ ചോട്ടെ ബത്തിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ചോട്ടെ ബത്തിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വനമേഖലയിലേക്ക് BSFും ഛത്തീസ്ഗഡ് പോലീസും ചേർന്ന് ഓപ്പറേഷൻ നടത്തുകയായിരുന്നുവെന്ന് സുരക്ഷാ സേന വിവരിച്ചു. ഒമാന് പിന്നാലെ UAEയിലും കനത്ത മഴ. ദുബായ്, അലൈൻ, ഫുജൈറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം. മഴ കനത്തതോടെ ദുബായിൽ ഇന്നും വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. അപ്രതീക്ഷിത പേമാരിയിലും ഇടിമിന്നലിലും പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ 39-ലേറെ പേർ മരിച്ചതായി റിപ്പോർട്ട്. ഗോതമ്പ് വിളവെടുപ്പിനിടെ മിന്നലേറ്റാണ് ഇവരിൽ ചില കർഷകർ മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലയിൽ. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 9 പൈസ താഴ്ന്ന് 83.53 രൂപ എന്ന റെക്കോർഡ് ഇടിവ് നേരിട്ടു. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കം കാരണം ഏഷ്യൻ കറൻസികളിലുണ്ടായ സമ്മർദ്ദമാണ് രൂപയെ പ്രതികൂലമായി ബാധിച്ചത്. ജോസ് ബട്ട്ലറുടെ സ്വപ്ന സമാനമായ പ്രകടനത്തിന്റെ മികവിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 2 വിക്കറ്റിന് തോൽപ്പിച്ച് രാജസ്ഥാൻ റോയൽസ്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 56 പന്തിൽ 109 റൺസ് നേടിയ സുനിൽ നരൈന്റെ സെഞ്ചുറി കരുത്തിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസാണ് അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാനെ 60 പന്തിൽ 107 റൺസ് എടുത്ത് പുറത്താവാതെ നിന്ന ജോസ് ബട്ട്ലറാണ് വിജയത്തിലേക്ക് നയിച്ചത്. ഈ ജയത്തോടെ രാജസ്ഥാൻ 7 മത്സരങ്ങളിൽ 12 പോയിന്റുമായി ഒന്നാമത് തുടരുന്നു. 6-ൽ 4 ജയം സ്വന്തമാക്കിയ കൊൽക്കത്തയാണ് 2ാം സ്ഥാനത്ത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.